തലസ്ഥാന നഗരിയിൽ നടക്കുന്ന IFFKയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ അണിയറയിലും അതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന വിവിധ മനുഷ്യർ വരുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സിനിമയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഴുവൻ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അതൊരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത ചില ആളുകളാണ്. ദ ബിഹൈൻഡ് ദ സീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളാണ് നമുക്കൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? ഷമീർ. എൻ്റെ പേര് ഷമീർ എന്നാണ്. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ത്? ഈ ആപ്ലിക്കേഷൻ വേൾഡിലെ ആദ്യത്തെ ആപ്ലിക്കേഷനാണ്. ഒരു സിനിമയിലെ 3 ഫേസസ്, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ടൈമിൽ 3 ഫേസസും സ്ട്രീംലൈൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? നമുക്കിത് ഏത് ഘട്ടങ്ങളിലൊക്കെ ആർക്കൊക്കെ നമുക്കിത് പർച്ചേസ് ചെയ്യാം? ഇത് പർച്ചേസ് ചെയ്യണോ അതോ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതിയോ? ഇത് ഒരു ഫിലിമിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ സിനിമയിലുള്ള എല്ലാ ടെക്നീഷ്യൻസിനെയും അതിൽ ഓൺബോർഡ് ചെയ്യുക. അവർക്ക് അവരുടെ ഇപ്പോൾ ചെയ്യുന്ന എക്സൽ ഷീറ്റിൽ, ഗൂഗിൾ ഷീറ്റിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന എല്ലാ ജോലികളും, എല്ലാ ഡോക്യുമെൻറ്റേഷനും അവർ ഈ ആപ്പ് വഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എൻ്റയർ ടീമിന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എല്ലാ അപ്ഡേറ്റ്സും റിയൽ ടൈമിൽ തന്നെ കാണാൻ പറ്റും. ഇതിലെല്ലാ ടെക്നീഷ്യൻസും, ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോൾ എഡിറ്റർ, കളറിസ്റ്റ്, VFX, പ്രൊഡക്ഷൻ ടൈമിൽ ഈ പറഞ്ഞ സ്പോട്ട് എഡിറ്റർ, സൗണ്ട് എഡിറ്റേഴ്സ്, സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നവർ, പിന്നെ ADs, കോസ്റ്റ്യൂം ഡിസൈനർ, ആർട്ട് ഡിസൈനർ, ആർട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ, അങ്ങനെ ഈ സിനിമയിൽ വരുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും അവരുടെ മൊബൈലിൽ തന്നെ, ഒരു ടെക്നീഷ്യന് മൾട്ടിപ്പിൾ പ്രൊജക്ട്സിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എഡിറ്റർ 2 സിനിമയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്പ് വഴി അവർക്ക് 2 പ്രൊജക്റ്റും സ്വിച്ച് ചെയ്തിട്ട് 2ലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇപ്പോൾ ഇത് എന്ന് മുതലാണ് ഇത് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്? നിങ്ങൾ IFFയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഐഡിയയിലേക്ക് ഈ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു വന്നത്? ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ മാസം ഇഫിയിൽ, ഗോവയിൽ വെച്ചിട്ടായിരുന്നു. അതിന് മുന്നേ 1 വർഷം മുന്നേ ഞങ്ങൾ പ്രൊജക്ട്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയായിരുന്നു. കേരള ക്രൈം ഫയൽസ് 2 ഞങ്ങൾ കുറച്ച് മൊഡ്യൂൾസ് ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യമായിട്ട് 360 ഡിഗ്രി വർക്ക് ചെയ്തത് ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. അതിൽ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഈ ആപ്പ് വഴിയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഇത് യൂസ് ചെയ്തായിരുന്നു. പടക്കുതിര എന്ന് പറഞ്ഞ അജു വർഗീസിൻ്റെ ഒരു ഫിലിം 360 ഡിഗ്രി ഇതിൽ ചെയ്തായിരുന്നു. ഇപ്പോൾ കുറച്ച് അധികം മൂവീസ് പ്രീ പ്രൊഡക്ഷൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഐഡിയേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒരു 15 വർഷമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ദുബായ് മീഡിയ സിറ്റിയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം ഞാൻ ആ കമ്പനി വിട്ടിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് 5 വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇതിൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അല്ലെങ്കിൽ അവിടെ കുറേ അധികം ടൈം വേസ്റ്റ്, മണി വേസ്റ്റ്, അങ്ങനെ കുറേ അധികം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഫീൽ ചെയ്തപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെ ഒരു കോ-ഫൗണ്ടർ ഉണ്ട്, രഞ്ജിത്ത് രഘുനാഥൻ എന്നാണ്. പുള്ളി ഇവിടെ ഇല്ല. ഞങ്ങൾ 2 പേരും IT സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പാരലായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ജംഷി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് സിനിമയിൽ വർക്ക് ചെയ്യും, സിനിമ ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഇതിൻ്റെ ബിസിനസ് സ്റ്റഡീസ് മുഴുവൻ ചെയ്തിരുന്ന ജംഷി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ആപ്പ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ജംഷിയായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ജംഷിയാണ് ഇപ്പോൾ ബിസിനസ്സും അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഇപ്പോൾ ജിൻസ് ഭാസ്കർ ഒരു ആക്ടറുണ്ട്, പുള്ളി ഇതിൻ്റെ ബിസിനസ് സൈഡ് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് സുനിൽ ഇബ്രാഹിം ഡയറക്ടറുണ്ട്, സ്വരൂപ് ഫിലിപ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അങ്ങനെ ഈ ടീം സിനിമ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനുമായിട്ട് നിങ്ങൾ പോയപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള തുടക്കത്തിലെ പ്രതികരണം എന്തായിരുന്നു? അത് അങ്ങനെ ഒരു അവർക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന നിലയിലായിരുന്നു, അത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? എന്താ ഒരു പ്രതികരണം? നിർമ്മാതാക്കൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലെ എല്ലാ പേർക്കും ഈ ആപ്പിനെ പറ്റി കാണുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് അപ്പം തന്നെ മനസ്സിലാവും. പക്ഷേ മലയാളം സിനിമയുടെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് മാറുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ മാറ്റി വേറൊരു സീൻ ഇടും. ചിലപ്പോൾ ഹോളിവുഡിലൊന്നും അങ്ങനെ സീൻസ് പെട്ടെന്ന് ഷഫിൾ ചെയ്യത്തില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഡൈനാമിക്സിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം അതിനെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുമോ, ആ സിസ്റ്റത്തിന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ പ്രൊഡ്യൂസേഴ്സിനല്ല, ആക്ച്വലി എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡൈനാമിക്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ആപ്പ് ഡിസൈൻ ചെയ്തത്. അങ്ങനെ മാറുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു യൂസ്. ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റയർ ടീമിന് അത് വർക്കൗട്ടായി. അപ്പോൾ അതിൽ അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ പിന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇന്ത്യൻ ഫിലിംസിൻ്റെ ഒരു ഡൈനാമിക്സ് വെച്ചിട്ട് ഈ ആപ്പ് വളരെ സ്യൂട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത ടീം മെമ്പേഴ്സിനെല്ലാം ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ആപ്ലേഷൻ വലിയ വിജയമായി മാറട്ടെ. അനുദിനം മാറുകയാണ് സിനിമ, പ്രത്യേകിച്ചും മലയാള സിനിമയും വളരെ വേഗത്തിൽ മാറുകയാണ്. അതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് കൂടിയാണ് ഇത്തരം ചെറുപ്പക്കാരുടെ സംരംഭം കൂടി കടന്നു വരുന്നത്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.